വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അത് ഈസ്റ്റർ വ്ളോഗാണിത്. നമ്മളപ്പോൾ പാതിര കുർബാനയ്ക്കൊക്കെ പോയി വന്നിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് നല്ല സുഖസുന്ദരമായി കിടന്നുറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ആദ്യത്തെ പരിപാടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇടിയപ്പം എൻ്റെ 50 ദിവസത്തെ നോമ്പ് തുറക്കലാണ്. ഇവിടെ ഒരാൾ കണ്ടില്ലേ ചായ, ഒരു ഹായ് പറഞ്ഞോ. ഇപ്പം ഏറ്റിട്ടുള്ളൂ. ചായ ഏറ്റ സമയം ഞാൻ പറയാം കേട്ടോ, 11 മണി. ഞാൻ ഏറ്റ സമയം 8:45 കേട്ടോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ക്യാമറമാൻ ആരാന്നറിയോ? ആരാ പറഞ്ഞേ? ശരിക്കും കാണിക്കടാ. അടുത്ത വീട് നിന്നെ എടുക്കാൻ വേണ്ടെങ്കിൽ തീരുമാനിക്കും. പ്രമോഷൻ കിട്ടണമെങ്കിൽ മതി കേട്ടോ. പറയൂ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65. അതിനുവേണ്ടി എന്താ ഉണ്ടാക്കണേന്ന് നമ്മള് സവാള ഇങ്ങനെ ഫ്രൈ ചെയ്തോണ്ടിരിക്കണം. ചോക്കി ക്യാമറ പിടിക്കണ ആളതൊക്കെ ചോദിക്കണം ഇപ്പൊ എന്താ ചെയ്യണേന്നുള്ളത്. എന്താ ചെയ്യണേ? ഇപ്പൊ നമ്മള് ചിക്കൻ 65-ന് സവാള വറുത്ത് കോരി ഇടണം. അപ്പൊ അത് ഇങ്ങനെ നമ്മളിങ്ങനെ, അത് അമ്മോട് സ്നേഹമുള്ള മോനായതുകൊണ്ടാ. അയ്യോ ഇങ്ങനെ ചിരിക്കണ്ട, നേരെ പിടിക്ക്. അമ്മയുടെ ഫ്രണ്ട് ആരാ പൊന്ന? അങ്ങനെ പിടിക്കല്ല, നേരെ പിടിക്ക്. നമ്മളപ്പം ഈസ്റ്ററിൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ നേരത്തെ കഴിച്ചു കഴിഞ്ഞു. ആസ് യൂഷ്വൽ ഞാൻ ഇച്ചാനും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചു. നമ്മുടെ ചേച്ചിമോനപ്പം നേരെ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും അടുത്തിങ്ങനെ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കുശുമ്പാശാനുണ്ട് കേട്ടോ. അപ്പം ഇടയിൽ കയറി വന്നിരിക്കും. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സംസാര വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചായന് ഞാനൊരു ലെഗ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലെഗ് പീസ് ഇച്ചായനാണ് നമ്മളെടുത്ത് വെച്ചതെങ്കിലും കഴിച്ചത് ഞാനും ചേച്ചിമോനും കൂടിയിട്ടാണ് കേട്ടോ. അവസാനം വന്നപ്പം ഇച്ചായന് ആ ലെഗ് പീസിൻ്റെ എല്ലും കഷ്ണം മാത്രമാണ് കിട്ടിയത്. ഇച്ചായനപ്പോൾ പറഞ്ഞു വരായിരുന്നു, ഇതിപ്പോൾ എൻ്റെ പ്ലേറ്റിൽ വെച്ചത് നിങ്ങൾ എന്തിനായിരുന്നു, അത് നിങ്ങൾക്ക് അങ്ങോട്ട് ആദ്യമേ എടുക്കാമായിരുന്നില്ലേ എന്നുള്ളത്. എന്തായാലും അപ്പൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു സുഖമാണല്ലോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പതിവ് ഒരു ശീലമാണ് കേട്ടോ ഉറങ്ങാന്നുള്ളത്. എല്ലാ ദിവസമല്ല, ഇങ്ങനെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം വരുമ്പോൾ നമ്മൾ കാര്യമായിട്ട് കഴിക്കുമല്ലോ, അപ്പം നല്ലൊരു ക്ഷീണം ഉണ്ടാവും. അപ്പം നേരെ പോയി കിടന്ന് ഉറങ്ങണം. അപ്പം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ 2 പേര് അവിടെ ബെഡിലിരുന്ന് കളിയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവളുടെ കൂടെ കിടക്കാം എന്നൊരു പ്ലാനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ കളിയും ബഹളം കാരണം സത്യത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പനും മോനും കൂടി കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനം എൻ്റെ ഒരു എൻട്രി ഉണ്ടാവും കേട്ടോ. വേറൊന്നും കൊണ്ടൊന്നുമല്ല, ചച്ചുമോന് വയസ്സ് 4 ഇച്ചാന് വയസ്സ് 3 അവനേക്കാളും കുഞ്ഞു പിള്ളേർ കാണിക്കുന്ന പോലെയുള്ള കാട്ടായങ്ങളായിരിക്കും ഇച്ചായൻ കാണിച്ചു വിട്ടാം. 2 പേരും കൂടി പിന്നെ ഭയങ്കര വഴക്കായിരിക്കും. ഇച്ചായനാണെങ്കിൽ ഇച്ചായൻ ജയിക്കണം, ചച്ചുമോനും ജയിക്കണം. ചച്ചുമോനാണെങ്കിൽ മിക്കതും ജയിക്കില്ല. അപ്പം അവൻ ജയിക്കണവരെ കളിച്ചുകൊണ്ടിരിക്കണം. 2 കളി കഴിയുമ്പോഴത്തേക്കും ഇച്ചാനും ക്ഷീണമായിരിക്കും. അവസാനം ഞാൻ ചേർന്ന് ഒരു പ്രാവശ്യം കളിച്ച് അവനെ ജയിപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പം ഈ ഒരു കളിയും അങ്ങനെ തന്നെയാണ് കേട്ടോ അവസാനിച്ചത്. നമുക്കുണ്ടല്ലോ ഈ ദുഃഖ വെള്ളിയാഴ്ച മാത്രമായിരുന്നില്ല, ഇച്ചാൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. പക്ഷേ നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സങ്കടം ഇച്ചാൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇച്ചായൻ്റെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഈസ്റ്ററിന് ഞാൻ വിചാരിച്ചു കേക്ക് മുറിക്കാം എന്നുള്ളത്. അപ്പോൾ ഇച്ചായൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നവ്യയിൽ വിളിച്ചിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോകണം. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്ക് പോയിട്ട് വരാം. നവ്യയെന്ന് എനിക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇച്ചാനെ നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്ന് കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ആശാൻ്റെ മുഖം ആകെ മാറി. അപ്പോൾ ഈ കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ കേക്ക് കാണുമ്പോൾ ഇച്ചായൻ സന്തോഷിക്കും, അതല്ലെങ്കിൽ എന്നെ ചീത്ത പറയുന്നത്. അപ്പോൾ ഈ 2ാമത്തെ കാര്യമാണ് കേട്ടോ നടന്നത്. ഇച്ചാൻ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്കത്ര സങ്കടമൊന്നുമില്ല, കാരണം
എൻ്റെ മിച്ചാൻ്റെയും ഈ ഒരു ക്യാരക്ടർ സെയിമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കുന്നതിനോട് അത്ര താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്തൊക്കെയാണ് പൈസ എപ്പോഴും ചിലവാക്കുന്നത്. അങ്ങനെ ചിലവാക്കിയിട്ട് നമ്മൾ ഒത്തിരി സന്തോഷം കണ്ടെത്തും. അപ്പോൾ ഇപ്പം എന്തിനാണ് ഇപ്പോൾ ഈ ഒരു കേൾക്കുമ്പോൾ ഓൾറെഡി വെള്ളിയാഴ്ച ബർത്ത്ഡേ കഴിഞ്ഞതല്ലേ എന്നാണ് ആശാൻ ചോദിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഇച്ചായ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സോപ്പിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ട് പോണേ? നമ്മളിപ്പോ എങ്ങോട്ട് പോകണമെന്ന് നമുക്കുള്ളൊരു പിടിയിലാണ്ടിരിക്കുന്നത്. ബീച്ച് 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 പറഞ്ഞേ ബീച്ച് ബീച്ച്. നമ്മളിപ്പോ ബീച്ചിൽ പോവാണ്. ബീച്ചിലേക്ക്. അതെ, ആ സാധനങ്ങളും കടയൊന്നും ഉണ്ടാവില്ല അവിടെ. ബീച്ച് എന്താ പറയാ, വെള്ളല്ലേ ഉണ്ടാവുള്ളൂ. വിചാരം അവിടെ കട ഉണ്ടെന്ന് വേണം കണ്ടി പോയിട്ടുള്ള ഓർമ്മയില് മോനെ എടാ വെളാങ്ങണി എല്ലാ പോലെ അല്ല ഇത്, സാധാരണ ബീച്ചാണിത്. നമുക്ക് കടലിൽ മാത്രമേ കടകളൊന്നും ഉണ്ടാവില്ല. കൊച്ചിന്റെ വിചാരം വേളാങ്കണ്ണി പോയിട്ട് നമ്മള് സാധനങ്ങൾ വാങ്ങിച്ച പോലെ. ബീച്ച് എടാ, ബീച്ച് ഉള്ളിടത്തെല്ലാം കടകൾ ഉണ്ടാവണമെന്നില്ല, കടകൾ ഉള്ളിടത്തെല്ലാം ബീച്ച് ഉണ്ടാവണമെന്നില്ല, മനസ്സിലായോ? നമ്മളങ്ങനെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിറങ്ങാത്ത കാരണം നമ്മൾ ഇവിടെ നിന്ന് ചായയും ബജിയൊക്കെ കഴിച്ചിട്ടാണ് നേരെ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതാണ് ബീച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈപ്പിനിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഞാനും പിള്ളേരും ആദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നപ്പം കുറേ പേര് ഇങ്ങനെ പട്ടമൊക്കെ പറത്തി നിൽക്കണമുണ്ട്. പിന്നെ അത്യാവശ്യം ക്രൗഡായിരുന്നു കേട്ടോ. ചേട്ടൻ പറയുകയാണ് ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് കാണുന്നത് എന്നുള്ളത്. ഓ, ബനീന് ഊരണോ? ചച്ചുമോനായിരുന്നു കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നത്. നമ്മൾ വേളാങ്കണ്ണി പോയിട്ട് അവനെ വേഗം കടലിൽ നിന്ന് കയറ്റിയ ആ ഒരു വിഷമം ഇന്ന് അവൻ തീർക്കുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇന്നും കുറേയൊന്നും അവനെ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ആദ്യം കുറച്ചൊക്കെ ഡീസൻ്റായിട്ട് നിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആളുടെയും വിധം മാറി. ആളും ചാടിത്തുള്ളലും ബഹളമൊക്കെ ആയിരുന്നു. ചച്ചുമോനെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സൺസെറ്റിനെ പറ്റിയും സൺറൈസിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സൺസെറ്റൊക്കെ കാണിച്ചു കൊടുക്കാമെന്നൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം നല്ല കാർമേഘം ഉണ്ടായിരുന്നു. സൂര്യൻ്റെ വഴിക്ക് പോവായിരുന്നു. പിന്നെ നമ്മൾ ഈ ബീച്ചിലത്തെ കളിയും ബഹളമൊക്കെ ആയപ്പോൾ ഞാനും ഈ സൺസെറ്റിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. സത്യത്തിൽ ഞാനും ഒരു സൺസെറ്റ് കണ്ടിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. എന്തായാലും ഇനിയൊരു ദിവസം അതാവാന്നൊക്കെ പ്രതീക്ഷയിലാണ് നമ്മൾ പിന്നെ തിരിച്ച് മടങ്ങിയത്. അപ്പം മടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അവിടുത്തെ ഒരു പട്ടം വെക്കുന്ന ഒരു ചേട്ടനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ പറയുമായിരുന്നു ഈസ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക് ഇവിടെ, അല്ലെങ്കിൽ ഇത്രയ്ക്കും തിരക്കൊന്നും ഉണ്ടാവാറില്ല, എല്ലാവരും ഈസ്റ്റർ അടിച്ച് പൊളിക്കുവാണ് ബീച്ചിലൊക്കെ വന്നിട്ട് എന്നാണ്. സത്യത്തിൽ നമ്മളും അത് തന്നെയാണല്ലോ ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ കുറേ നേരം പിള്ളേർക്ക് അങ്ങനെ ബീച്ചിലൊക്കെ നിൽക്കാൻ പറ്റിയിട്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിരുന്നു. തിരിച്ചു കയറ്റാൻ കുറച്ചധികം തന്നെ പാടുപെട്ടു. പിന്നെ വീട്ടിൽ വന്നിട്ട് അപ്പയുടെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കലായിരുന്നു നമ്മുടെ അടുത്തൊരു ദൗത്യമായിരുന്നത്. കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് റെഡിയായി വന്നു കേട്ടോ. കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ ഉറങ്ങിക്കെടുക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് കുറേ ഉമ്മയൊക്കെ ഞാൻ വയ്ക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉറങ്ങുന്നത്. നമ്മുടെ ഇച്ചായനും ഏകദേശം നല്ലൊരു ഉറക്കമായിട്ടുണ്ട്. ഇനി ഞാൻ ഉറങ്ങാൻ പോവാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റാ.